നമസ്കാരം. പ്രധാന വാർത്തകൾ. അർജുന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ച് മനാഫ്. നമ്മള് ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വയ്ക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഒരു PR വർക്കും ചെയ്തിട്ടില്ല. ഇന്നത്തോടെ എല്ലാ വിവാദങ്ങളും അവസാനിക്കണം. അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ സർക്കാർ ധനസഹായം. PR വിവാദത്തിൽ വ്യക്തമായ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി. ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. തനിക്കോ സർക്കാരിനോ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിലില്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിന്റെ മകനാണ്. അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചെന്നുള്ളത് ശരിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത്. ഹിന്ദുവിന്റെ വിശദീകരണവും തള്ളി. അഭിമുഖത്തിന് സമീപിച്ചത് TK ദേവകുമാർ MLA മകൻ. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പൂരം കലക്കിയതിൽ ത്രിതല അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ഉദ്യോഗസ്ഥ വീഴ്ച ഇന്റലിജൻസ് പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള അട്ടിമറിയെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ട് വരാതെ ADGPക്കെതിരെ നടപടിയെടുക്കാനാവില്ലെന്നും ആവർത്തനം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിന്റെ ഭാഗമായിട്ട് നടപടിയല്ലേ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത്. അപ്പോ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. ADGP MR അജിത് കുമാറിനെതിരെ DGPയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടും കൈവിടാതെ മുഖ്യമന്ത്രി. വിശദമായി പരിശോധിക്കാൻ DGPയെ ചുമതലപ്പെടുത്തി. അജിത് കുമാറിനെ മാറ്റുമെന്ന് ഉറപ്പ് കിട്ടിയെന്ന് CPI എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം. അൻവറിനെ ഒഴിവാക്കണമെന്ന് CPM നിയമസഭാ കക്ഷിയിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കണമെന്ന് സ്പീക്കർക്ക് TP രാമകൃഷ്ണന്റെ കത്ത്. CPM MLA മാരുടെ ബ്ലോക്കിൽ നിന്ന് ഒഴിവാക്കണം. മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന KT ജലീലിനെ പരിഹസിച്ച് PV അൻവർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടി അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറി. സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തണം. ചൂഷണം അവസാനിപ്പിക്കണമെന്ന് കോടതി. പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. വിനോദ മേഖലയിൽ നിയമനിർമ്മാണം വേണമെന്ന് വനിതാ കമ്മീഷൻ. മന്ത്രിസ്ഥാനത്ത് നിന്ന് AK ശശീന്ദ്രനെ മാറ്റില്ല. NCPയുടെ മന്ത്രിയായി തുടരും. ഇനിയും കാത്തിരിക്കണമെന്ന് തോമസ് K തോമസിനോട് മുഖ്യമന്ത്രി. കീരിക്കാടൻ ജോസിന് വിട. നടൻ മോഹൻരാജ് അന്തരിച്ചു. കിരീടത്തിലെ അതികായനായ വില്ലൻ കീഴടങ്ങിയത് പാർക്കിൻസൺസ് രോഗത്തിന് മുന്നിൽ. 56 വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹം തിരുവനന്തപുരത്തെത്തിച്ചു. മൃതദേഹം നാളെ രാവിലെ 10 മണിക്ക് പത്തനംതിട്ടയിലെത്തിക്കും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സൈനിക ബഹുമതികളോടെ സംസ്കാരം. മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാൻ. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ രൂക്ഷമായ ആക്രമണം. പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക.
അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് മനാഫ്. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ. മുക്കത്ത് സ്വീകരണ ചടങ്ങിൽ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ പേരിൽ ഇടാനാണ് പറഞ്ഞത്. 75,000 രൂപ അർജുന് ബെത്തയായാണ് നൽകിയത്. പണം വാങ്ങിയതിന് അർജുൻ ഒപ്പിട്ട രേഖകളുണ്ട്. അർജുന്റെ കുടുംബത്തിന് ദുഃഖമുണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ല. തന്റെ പെരുമാറ്റത്തിൽ കുടുംബത്തിന് വിഷമമുണ്ടായെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ലോറിക്ക് അർജുന്റെ പേരിടില്ലെന്നും യൂട്യൂബിലെ അർജുന്റെ പടം നീക്കിയെന്നും മനാഫ് പറഞ്ഞു. ഇതോടെ വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും മനാഫ് അഭ്യർത്ഥിച്ചു. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വയ്ക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഓരോ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു കുടുംബത്തിന് ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ്, ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. കുറച്ചൊരു ഉത്തരവാദിത്തപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത്, അവരായാലും നമ്മളായാലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്, ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോട് കൂടിയിട്ട് നമുക്ക് തീരണം. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. ഇതായിരുന്നു മനാഫ് വൈകുന്നേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. എല്ലാ വിഷയങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഇനി കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ഉണ്ടാകില്ല. താൻ ഒരു പ്രതികരണത്തിനും ഇനിയില്ല. മാത്രവുമല്ല, തന്റെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ പ്രതികരണങ്ങളോ കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് മനാഫ് അവസാനിപ്പിച്ചത്. നമുക്കൊപ്പം MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, കുടുംബം അവരുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു തന്നെ പറഞ്ഞു. അതിൽ ആദ്യ 2-3 തവണ മനാഫിന്റെ ഭാഗത്തു നിന്നും തിരിച്ചുള്ള മറുപടികൾ ഉണ്ടായി. ഇപ്പോൾ മനാഫ് കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു, ഇനി ഇതാരും ഉയർത്തരുത്, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തുകയാണ്. നമുക്കറിയാം, ചേരിതിരിഞ്ഞുള്ള പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മനാഫിന്റെ വിശദീകരണത്തോടു കൂടി ഈ വിവാദം അവസാനിക്കുകയാണ്. തീർച്ചയായും അവസാനിക്കണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. കാരണം ഈ അർജുന്റെ കുടുംബം ഏറെ വൈകാരികമായാണ് അവർ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിച്ചത്. കാരണം അവരുടെ മകനെ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിൽ നിൽക്കുമ്പോഴാണ് പല വശങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രചാരണങ്ങളും യൂട്യൂബ് ചാനലുകളിലെ വിവിധ തമ്പനയിലുകളും ഒക്കെ അവര് കണ്ടത്. അതേ തുടർന്നുള്ള ഒരു വൈകാരിക തള്ളലിൽ തന്നെ ആവാം ഒരുപക്ഷെ അവർ ആ വാർത്താ സമ്മേളനം നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം വർഗീയമായ ചേരിതിരിവ് പോലും ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഒളിപ്പിക്കുന്ന കമന്റുകളൊക്കെയാണ് പല ഇടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അർജുന്റെ കുടുംബം ഇന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്യാം. മറുവശത്ത് മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ ആ പക്ഷത്തും അണിനിരക്കുന്ന കാഴ്ച കണ്ടു. ഇതിനിടയിലാണ്
എന്നാണ് ഇപ്പോൾ മനാഫ് തികച്ചും മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഇക്കാര്യത്തിലുള്ള ചർച്ചകൾ ഇന്നത്തെ തന്റെ വാർത്താ സമ്മേളനത്തോടുകൂടി അവസാനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് ആരും പോകരുത്. ഇന്ത്യ കണ്ട ഏറ്റവും മാതൃകാപരമായ ഒരു തെരച്ചിൽ നടന്ന ഇടമാണ്. അതിന്റെ മഹത്വം ഇത്തരം ചെളിവാരി റീലുകളിലൂടെ നഷ്ടപ്പെടുത്തരുതെന്നും പറയുന്നു. ഒപ്പം തനിക്കെതിരായി അർജുന്റെ കുടുംബം മുന്നോട്ട് വെച്ച ഓരോ ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുകയും മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ തന്റെ പെരുമാറ്റം കൊണ്ടാവാം ആ കുടുംബത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായത്. പ്രത്യേകിച്ചും എല്ലാ കാര്യത്തിലും വളരെ വൈകാരികമായി ഇടപെടുന്ന ഒരു ആളാണ് താൻ. അതുകൊണ്ട് തന്റെ വൈകാരികമായ ഇടപെടലുകൾ ഒരുപക്ഷെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ട് വരുത്തിയേക്കാം, ഒരു വിഷമം വരുത്തിയേക്കാം. അങ്ങനെ അവർക്കത് തോന്നുന്നെങ്കിൽ താൻ ക്ഷമ പറയുന്നു അല്ലെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് മനാഫ് പറയുന്നു. പിന്നീട് മുക്കത്തെ ഒരു സ്വീകരണ ചടങ്ങിൽ നിന്നും തനിക്ക് കുറച്ച് പണം അവർ വാഗ്ദാനം ചെയ്തിരുന്നു. ആ പണം അർജുന്റെ മകന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനായി അക്കൗണ്ട് നമ്പർ താൻ ചോദിച്ചിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിൽ അക്കൗണ്ട് നമ്പർ ചോദിച്ചതായിരിക്കാം ആ പണപ്പിരിവ് നടത്തുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ ആ കുടുംബത്തിന് ഉണ്ടാവാൻ കാരണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അക്കാര്യത്തിലും തന്നോട് ക്ഷമിക്കണമെന്ന ആവശ്യമാണ് ആ മനാഫ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്റെ ഒപ്പം ഒരു ആത്മീയ നേതാവ് ഈ അർജുന്റെ വീട് സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ വീട്ടിൽ വെച്ച് കുട്ടിക്ക് 2000 രൂപ ഈ നേതാവ് നൽകി. ആ ചിത്രങ്ങൾ പകർത്തി വേറെ ആരോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയത്. അതിന് പിന്നിൽ താനല്ല, താൻ അത്തരമൊരു പ്രചാരണം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. യൂട്യൂബ് ചാനൽ ഒരു വരുമാന മാർഗം എന്ന രീതിയിലല്ല താൻ നിർമ്മിച്ചത്. വയനാട് ഈ ശിരൂരിലെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും 1-2 ഘട്ടങ്ങളൊക്കെ കഴിയുമ്പോൾ മാധ്യമങ്ങൾ ആ തെരച്ചിലിൽ നിന്ന് മാറി നിന്ന സമയം, തെരച്ചിലിന് ഉദ്യോഗസ്ഥരെത്താൻ സമയം, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രചാരണം കൂടുതൽ ശക്തമാക്കുന്നതിനായി ഒപ്പം തന്നോട് ഈ തെരച്ചിലിന്റെ വിവരങ്ങൾ ആരാഞ്ഞ് നിരവധി ഫോൺ കോളുകൾ ദിവസവും വരും. അത്തരം ഫോൺ കോളുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പൊതുവായി ലഭിക്കുന്ന വിവരങ്ങൾ യൂട്യൂബിൽ ഇടുക എന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ആ യൂട്യൂബിന്റെ പേജിൽ അർജുന്റെ ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം താൻ മാറ്റുകയാണ്. കുടുംബത്തിന് വിഷമമുണ്ടാക്കുന്നതും ആ സാഹചര്യത്തിൽ അതുമായി താൻ മുന്നോട്ട് പോകുന്നില്ല. അർജുന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഒരു വീഡിയോയും താൻ അതിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ അദ്ദേഹത്തിന്റെ ലോറിക്ക് അർജുന്റെ പേരിടുമെന്ന് മനാഫ് പറഞ്ഞിരുന്നു. ആ തീരുമാനത്തിൽ നിന്നും താൻ പിന്മാറുകയാണ് എന്നും പറയുന്നു. 75,000 രൂപ ശമ്പളം അർജുന് കൊടുത്തു എന്നതാണ് മറ്റൊരു ആരോപണമായി ഉയർന്നു വന്നത്. അത് ശമ്പളം എന്ന രീതിയിലല്ല, ബത്ത എന്ന രീതിയിലായിരുന്നു നൽകിയത്. ഇൻഷുറൻസ് തുകയ്ക്കായി ക്ലെയിം ചെയ്യുമ്പോൾ ഒരു വലിയ തുക ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്ന ആളാണ് അർജുൻ എന്ന രീതിയിലുള്ള കേസ് നടന്നാൽ ഒരുപക്ഷെ കൂടുതൽ തുക ആ കുടുംബത്തിന് ലഭിക്കുകയും അത് ആ കുടുംബത്തിന് ഒരു ഗുണകരമാവുകയും ചെയ്യും എന്ന് കരുതിയാണ് 75,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞത്. 75,000 രൂപ ബത്ത നൽകിയതിന്റെ രേഖകൾ, അർജുൻ ഒപ്പിട്ട രേഖകൾ തന്റെ പക്കലുണ്ട് എന്നും. അനീഷ്, അങ്ങനെ കുടുംബം പറഞ്ഞ ഓരോ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി അതിൽ എന്താണ് തന്റെ ഭാഗം എന്നത് വിശദീകരിക്കുന്നുണ്ട് മനാഫ്. അതിനുശേഷവും കുടുംബത്തിന് തന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു വർഗീയമായി കൂടിയൊക്കെ ഈ വിഷയം ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് മനാഫ് ഈ രീതിയിൽ ഇതിൽ നിന്നൊക്കെ പിന്മാറണം എല്ലാവരും എന്ന ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് അർജുൻ എന്ന പേര് ഉപയോഗിച്ചുകൂടാ എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ച മനാഫ് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുന്നു എന്ന് തന്നെയാണോ വ്യക്തമാക്കിയിരിക്കുന്നത്? ആരോ അർജുന്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പോലും ഇനി അതാരെന്നോ എന്തിനെന്നോ പോലുമുള്ള അന്വേഷണം ഉണ്ടാകില്ല, താൻ എല്ലാം അവസാനിപ്പിക്കുന്നു എന്നാണോ മനാഫ് പറഞ്ഞു നിർത്തിയത്? തീർച്ചയായും മത, ജാതി, രാഷ്ട്രീയ വേലിക്കെട്ടുകൾക്കപ്പുറം എല്ലാവരും ഒന്നു ചേർന്നു നിന്നു എന്നത് തന്നെയായിരുന്നു അർജുൻ മിഷന്റെ അർജുനായിട്ടുള്ള തെരച്ചിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട, വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ ഒരേപോലെ കണ്ണു ചേർന്നാണ് അർജുന് വേണ്ടി തെരച്ചിൽ നടത്തുകയും അതൊരു ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ ജനസഹസ്രങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. അവരൊക്കെ തങ്ങളുടെ വീട്ടിലെ മകനാണ് അല്ലെങ്കിൽ തന്റെ സഹോദരനാണ് എന്ന് കരുതിയാണ് അവിടേക്ക് എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ അർജുന്റെ കുടുംബം ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഒരു വലിയ കൂട്ടായ്മ, ഈ മനാഫക്ക് ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മ
ഒരു വലിയ സമ്മേളനം നടത്തുകയായിരുന്നു. ആ സമ്മേളനത്തിൽ സല്യൂട്ട് ദ ഹീറോ എന്ന രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന വളരെ വിപുലമായ പരിപാടിയിൽ വെച്ചാണ് ആ സ്വീകരണം നൽകാൻ ഒരുങ്ങിയത്. ആ സമയത്താണ് ഇത്തരം ഒരു ആരോപണം വരികയും അപ്പോൾ ഉണ്ടായ വൈകാരിക തള്ളലിലാണ് താൻ കുറച്ചു കാര്യങ്ങൾ പറയുകയും ചെയ്തതെന്ന് മനാഫ് പറയുന്നു. പക്ഷേ പിന്നീടാണ് ഇതിന്റെ ഒരു പ്രതിഫലനം ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് കണ്ട് താൻ തന്നെ ഭയന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന ഒരു ആവശ്യം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. യഥാർത്ഥ ലോറി ഉടമ മുബീൻ എന്ന് പറയുന്ന സഹോദരനും മറ്റ് സഹോദരങ്ങൾക്കും ഒപ്പമാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. ഈ സാഹചര്യം ഇനി ഒരിക്കലും ഇതേ രീതിയിൽ മുന്നോട്ട് പോകരുത് എന്നത് മനസ്സിലാക്കി, അതൊരു മോശം അവസ്ഥയിലെത്തരുതെന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് മനാഫ് ഇന്നിങ്ങനെ ഒരു നിലപാടെടുക്കുകയും മാധ്യമങ്ങളോട് അക്കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തത്. നമുക്കൊപ്പം ഇപ്പോൾ 2 അതിഥികൾ കൂടി ചേരുകയാണ്. ഒന്ന് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയാണ് നൌഷാദ് തെക്കയിൽ, മറ്റൊന്ന് ഡോക്ടർ എൽസി ഉമ്മനാണ്, മനഃശാസ്ത്രജ്ഞ. ആദ്യം ശ്രീ നൌഷാദ്, അർജുന്റെ കുടുംബം അവർക്ക് നേരിട്ട ഒരു ബുദ്ധിമുട്ട് അത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം മനാഫ് പലതവണ മാധ്യമങ്ങളെ കണ്ടു, തന്റെ ഭാഗം എന്താണ് എന്ന് വിശദീകരിച്ചു. ഇന്നിപ്പോൾ എല്ലാ വിശദീകരണങ്ങൾക്കും അപ്പുറം ഇനി ഒന്നിനുമില്ല, ഒരു തുറന്നു പറച്ചിലിനുമില്ല, ഒരു പ്രശ്നത്തിനും താനില്ല, കുടുംബത്തോടെല്ലാം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനാഫ് അവസാനിപ്പിക്കുന്നത്. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കണം എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇനി ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം എന്താണ്? നിങ്ങൾക്കിനി എന്താണ് റോൾ? നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്ത നിവേദനങ്ങളായാലും കുടുംബത്തിനോട് സംസാരിക്കുന്ന സമയത്തായാലും അർജുൻ എന്ന് പറഞ്ഞ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്കും സർക്കാരുകളുടെ മുമ്പിലേക്കും ലോറി ജീവനക്കാർ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് മുഖ്യമായും അർജുൻ തന്നെ ആയിരുന്നു നമ്മുടെ വിഷയം. തിരച്ചിലിന് കുറച്ചു എന്താ പറയാ സ്പീഡ് കുറയുകയും ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിക്കുകയും, ഈ കമ്മിറ്റി രൂപീകരിക്കുക എന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ്. ഞാനതിന്റെ ഒരു ഭാരവാഹി മാത്രമാണ്. അപ്പോ ഞങ്ങള് ഈ വിഷയത്തില് എല്ലാ കാര്യങ്ങളും അവരുടെ വീട്ടിൽ പോയി അമ്മയെയും മറ്റും ധരിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇപ്പോ പല ആരോപണങ്ങളും കേൾക്കുകയുണ്ടായി പല രീതിയിലും. അപ്പൊ കുടുംബത്തിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഒരിക്കലും ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും അർജുന്റെ കുടുംബത്തിന്റെ കൂടെ തന്നെയാണ്. ഇപ്പൊ ഇതിലൊരു വിഷയം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയാസമായത് ഞങ്ങൾ അറിയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ അനുവാദമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കത് വേദനിച്ചു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ആരോപണങ്ങൾ, നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ, സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടുമ്പോഴും മറ്റു വിഷയത്തിൽ ഇടപെടുമ്പോഴും ഇനി എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടുകയും ചെയ്യേണ്ട ആളുകളാണ്. അപ്പൊ നമുക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ അത് കൃത്യമായി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് മാധ്യമത്തിനോട് പറഞ്ഞത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരാളോടും പൊതുജനങ്ങളോട് ഞങ്ങൾ പണപ്പിരിവ് നടത്തിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മനാഫ് പണപ്പിരിവ് നടത്തിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അഥവാ ആരെങ്കിലും അത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് മനാഫ് എന്തൊക്കെ ചെയ്തു എന്ന കാര്യം അദ്ദേഹം തന്നെ ഇന്ന് വിശദീകരിച്ചതാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ ആക്ഷൻ കൗൺസിലിനെതിരെയും ചില പരാമർശങ്ങളൊക്കെ അർജുന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ. ഒരു പണപ്പിരിവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ഇനി ഇത് പിരിച്ചുവിടുകയാണോ, അവസാനിപ്പിക്കുകയാണോ നിങ്ങളുടെ പ്രവർത്തനം? തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളൊരു മീറ്റിംഗ് കൂടണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി മീറ്റിംഗ് തീരുമാനത്തിനനുസരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് വിശദമായി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമങ്ങളിൽ കൂടി പൊതുജനത്തെ അറിയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതും ഈ അവസരത്തിൽ വേണമോ വേണ്ടയോ എന്നുള്ളത് കമ്മിറ്റി തീരുമാനിക്കും. നിലവിൽ യാതൊരു സാമ്പത്തിക ഇടപാടുകളും ഞങ്ങൾ നടത്തിയിട്ടില്ല. ശരി, അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്ങനെ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ ആരെ കൊള്ളും ആരെ തള്ളും എന്നത് നമുക്ക് സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ്. കാരണം വലിയ ഒരു ദുരന്തം
അല്ലെങ്കിൽ ഒരു നഷ്ടം നേരിട്ട കുടുംബമാണ് അർജുൻ്റെ കുടുംബം. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അർജുൻ എന്ത് സംഭവിച്ചു എന്നത് അറിയണമെന്നായിരുന്നു. അതിനുവേണ്ടി അവർക്ക് സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി. അത് നടന്നു. ഇനി അതിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുള്ള ചൂഷണങ്ങളോ ചർച്ചയോ ഒന്നും ഉണ്ടാകരുത് എന്നവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കാനോ അത് പറയാനും ഉള്ള അവകാശം അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വലിയ രീതിയിലുള്ള ആക്രമണമുണ്ട്. ഇന്ന് ആ കുടുംബത്തിന് അത് ചൂണ്ടിക്കാട്ടി കമ്മീഷണർക്ക് പരാതി കൊടുക്കേണ്ടി വരുന്നു. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ പോകുന്നത്? ഇവിടെ മനാഫിനെ എതിരെ പറഞ്ഞു എന്ന ഒരു കാര്യം വെച്ച് ആ കുടുംബത്തെ ഈ രീതിയിൽ ആക്രമിക്കേണ്ടതുണ്ടോ? ഒരു മനസാക്ഷിയില്ലാത്ത ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ശരിയാണ്, അർജുനെ വേണ്ടിയിട്ട് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മളെല്ലാവരും ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ്. പ്രാർത്ഥനയിലൂടെയും മറ്റ് സപ്പോർട്ടൊക്കെയും കൊടുത്ത സമൂഹം നമ്മുടെ ചുറ്റും ഉള്ളപ്പോൾ തന്നെ ചില പൊഴുക്കുത്തുകൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം വരുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം സമൂഹം എന്നുള്ള നിലയിൽ ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. അത് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇത്തരം അവിവേകമായി കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ. ആ വീട്ടിലെ കുടുംബനാഥൻ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ട ഒരാളിനെ നഷ്ടപ്പെടുന്നു, അതിനോടൊപ്പം തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരു വരുമാന മാർഗം നഷ്ടപ്പെടുന്നു, അവരുടെ ഏക ആശ്രയം നഷ്ടപ്പെടുന്നു, അവരുടെ ഏറ്റവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാള് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗം തന്നെ, അവരുടെ ഒരു പകുതി തന്നെ നഷ്ടപ്പെടുന്നു എന്ന് വേണം നമ്മൾ അതിനെ വിശേഷിപ്പിക്കാനായിട്ട്. അപ്പോ അത്തരം ഒരു നഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കുടുംബം പല രീതിയിലായിരിക്കാം. ഒരുപക്ഷെ പൊതുജനത്തിൻ്റെതാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടേതാണെന്നുണ്ടെങ്കിലും പോലീസിൻ്റെതാണെന്നുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരുടേതാണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സിന്റെ ആരുടെയാണെന്നുണ്ടെങ്കിലും പ്രതികരണത്തിൽ അവർ പ്രതികരിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മൾ വരച്ചു വെച്ച രീതിയിൽ അവർ പ്രതികരിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോവ്യഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം അവർ ഇതിന്റെ പുറകെ ആയിരുന്നു. എന്ത് സംഭവിച്ചോ എന്ന് അറിയത്തില്ലായിരുന്നു. തുടക്കത്തിൽ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ധാരണയിൽ അവർ കുറച്ച് ദിവസങ്ങൾ അതിന്റെ പുറകെ നടന്നു. അതിനുശേഷം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയണമെന്നായി. അതിനുശേഷം എങ്ങനെയെങ്കിലും ആളിനെ ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു മാനസികാവസ്ഥയായി. കാരണം അത് കിട്ടിയില്ലെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം ജീവിതകാലം മുഴുവൻ ഒരു പേറേണ്ടതായിട്ടും വരും. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം ഈ ഒരു രീതിയിൽ ടോർച്ചർ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിചാരണയ്ക്ക് അവര് ഇരയാകുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മനസാക്ഷി ഇല്ലാത്ത ഒരു പെരുമാറ്റം തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്. അവരെ ചേർത്ത് പിടിച്ചു എന്നൊരു സൈഡിലൂടെ പറയുമ്പോൾ തന്നെ ചേർത്ത് പിടിക്കുന്നതിനെക്കാട്ടിലും ചേർത്ത് പിടിച്ചില്ലെങ്കിലും മോശമില്ല, അവരെ ഇത്രയും വൈകൃതമായിട്ടുള്ള രീതിയിൽ അവരെ ഒരു സൈബർ ബുള്ളിങ് തന്നെ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് തന്നെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഒരിക്കലും മാപ്പർഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവർക്കും മാനാഭിമാനങ്ങളുണ്ട്. കാരണം പല രീതിയിൽ അതിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ചൂഷണം ചെയ്തവരോ അല്ലെങ്കിൽ ഒക്കെയും ഉണ്ടാവാം. അപ്പം അവരുടെ ഒരു പ്രൈവസിയെ പോലും മാനിക്കാതെ, അവരുടെ സ്വകാര്യതയെ പോലും മാനിക്കാതെ എപ്പോഴും അവരുടെ കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ ഇതൊക്കെയും വന്ന് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യുക, അതിനോടനുബന്ധിച്ച് കമന്റ്സ് ഇടുക, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനോട് അവർ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് അവരെ ഇത്രമാത്രം മോശമായിട്ട് അവരെ അതിലും ആ ഒരു കാര്യത്തിൽ പോലും ഇത്രയും ഒരു വൈകൃത രീതിയിൽ അത് കൊണ്ടെത്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. തീർച്ചയായും. ഇവിടെ ഡോക്ടർ എൽസി ഉമ്മൻ, ആർക്കു വേണ്ടിയാണോ ഈ കുടുംബത്തെ ആക്രമിക്കുന്നവർ ശബ്ദമുയർത്തുന്നത്, അത് ഈ ദൗത്യത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഒരു പക്ഷേ നമുക്കറിയാം, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവിടെ ഉള്ളവർ പറയുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ദൗത്യം ഇവിടെ വരെ എത്തില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഈ മനാഫിൻ്റെ തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് നിസ്തുലമാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഈ സമൂഹ മാധ്യമത്തിൽ പോരടിക്കുന്നവർ ശബ്ദമുയർത്തുന്നത്. അതിലൊരു ന്യായമുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയാണോ എന്നതല്ലേ ചോദ്യം. മനാഫ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ
ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങൾ, അദ്ദേഹം എത്ര ദിവസം ഒരു ജോലിയുമില്ലാത്ത മറ്റൊരു തരത്തിലും ബുദ്ധിമുട്ടുകളില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഇത്ര ദിവസം അവിടെ നിൽക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വത്തിന്റെ വലിയൊരു പ്രതീകമായി അദ്ദേഹത്തെ മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ അർജുന് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി ആകുന്നത് കൊണ്ട് തങ്ങൾ ആ കുടുംബത്തെ എന്ത് പറഞ്ഞാലും അത് ന്യായീകരിക്കപ്പെടും എന്ന തോന്നൽ ഉണ്ടാകുമോ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക്? ഇത് ശരിക്കും പറഞ്ഞാൽ മനാഫ് എന്ന വ്യക്തി ചെയ്തത് ഏറ്റവും വലിയൊരു സേവനം തന്നെയാണ്. കാരണം സ്വന്തം കുടുംബമൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ലോറിയിലായിരുന്നു ഈ അർജുൻ അവസാന സമയങ്ങളിൽ ജോലി ചെയ്തതും ഓടിച്ചതും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു തൊഴിലുടമ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മനാഫ് എന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ തൊഴിലുടമകൾ ആരും തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല. അവർ 1-2 ദിവസം നിൽക്കും, അത് കഴിയുമ്പോൾ അവരുടെ മറ്റു ഉത്തരവാദിത്തങ്ങൾ നോക്കി പോകുമെന്നല്ലാതെ അവരിങ്ങനെ നിൽക്കത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും മനാഫ് ചെയ്തത് വലിയൊരു കാര്യമാണ്. കാരണം അതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയായിരുന്നു. കാരണം ഒരു തൊഴിലുടമയെ ആശ്രയിച്ചാണ്, അവരെ വിശ്വസിച്ചാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു അപകടമോ, പ്രത്യേകിച്ചും ഡ്രൈവേഴ്സ് ഒക്കെ അത് ആ രീതിയിൽ ചിന്തിക്കുന്നതാണ്, വന്നാൽ അവരൊപ്പം ഉണ്ടാവും, അവർ തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും പുറത്താണ് എല്ലാ തൊഴിലാളികളും പോകുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം മനാഫിന്റെ പുറത്തുണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ കണക്കിലെടുത്തു, അർജുന് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം 100% നിർവഹിച്ചു. അത് തന്നെയല്ല, കുറച്ച് അധികമായി തന്നെ നിർവഹിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം പറ്റാവുന്ന രീതിയിലൊക്കെയും, ഒരു സാധാരണ നിലയിൽ പറ്റാത്ത രീതിയിൽ ഒക്കെയും ഉള്ള ഏതൊക്കെ രീതിയിലുള്ള സ്രോതസ് ഉപയോഗിക്കാമോ, റിസോഴ്സസ് ഉപയോഗിക്കാമോ, അതൊക്കെ ഉപയോഗിച്ച് ഈ തിരച്ചിലിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒപ്പം നിന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷെ ഇതിനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഒറ്റ ഒരു ഇൻസിഡൻസ് വന്നതിന് ശേഷം എത്ര യൂട്യൂബ് ചാനൽസ് പുതിയത് കുമിള് പോലെ പൊട്ടിമുളച്ചു. എത്രയോ പേര് അതിനെ ചൂഷണം ചെയ്തു. ഈ ഒരു 2 വ്യക്തികളുടെ മാത്രം ചുറ്റിപ്പറ്റിയല്ലോ, എത്രയോ പേര് അതിനെ ചൂഷണം ചെയ്തു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാകാവുന്ന കാര്യങ്ങളല്ലേ. അത് തന്നെയല്ല, ഇവർക്ക് തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അവരായിട്ട് തന്നെ സോൾവ് ചെയ്ത് പോകുന്നതിന് പകരം അത് അനാവശ്യമായിട്ട് അതിന് കവിഞ്ഞ് ഇടപെട്ട് അതിനെ എത്രമാത്രം വികൃതമാക്കാമോ അത്രയും വികൃതമാക്കി നമ്മുടെ സമൂഹം എന്നുള്ളത് ഒരു സത്യാവസ്ഥയല്ലേ. അപ്പോ സംയമനം പാലിക്കേണ്ടത് തീർച്ചയായിട്ടും സമൂഹം തന്നെയാണ്. കാരണം ഒരു വശത്ത് നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബം നിൽക്കുന്നു, മറുവശത്ത് തന്റെ തൊഴിലാളി നഷ്ടപ്പെട്ട് എന്താണെന്ന് അറിയാതെ ഉത്തരവാദിത്വ ബോധത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തി. രണ്ടുപേരും ഇമോഷണലി വളരെ ചാർജ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ രണ്ടുപേർക്കും സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം രണ്ടുപേരെയും പ്രശ്നത്തിലാഴ്ത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പോരിന് കളം ഒരുക്കുക മാത്രമാണ് ബാക്കി സാമൂഹ്യ ജനത എന്ന് പറയുന്നവർ ചെയ്തത്. ഒരിക്കലും അംഗീകരിക്കാവുന്ന അതൊരിക്കലും അംഗീകരിക്കാൻ ആവുന്നതല്ല. മാത്രവുമല്ല, അതൊരു മറ്റൊരു ലെവലിലേക്ക് എത്തുന്നു എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് മനാഫ് ഇന്ന് മാധ്യമങ്ങളെ കാണുകയും താൻ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയും ചെയ്തത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നൌഷാദ്, ഇവിടെ ആക്ഷൻ കൗൺസിൽ ഇനി ചില ആദരിക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മാസം 5-ാം തീയതിയാണ് അത്തരമൊരു ചടങ്ങൊക്കെ നിങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഈ സാഹചര്യം ഇങ്ങനെ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വേണ്ട എന്ന് വെക്കുകയാണോ, അല്ലെങ്കിൽ കുടുംബത്തിന് താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ അത് വേണ്ട എന്ന് വെക്കുന്നത് തന്നെയല്ലേ ഉചിതം? അതില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷൻ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരാളല്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ രാത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗിന് ശേഷം എന്റെ സഹപ്രവർത്തകരായ ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ തീരുമാനം അനുസരിച്ച് നമുക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങൾ അർജുന്റെ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ട്, ആ അമ്മക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും അവരെ സമ്മർദ്ദത്തിലാക്കാനോ വേറൊരു നടപടിയിലേക്കോ സർക്കാരുകളെ വിഷമത്തിലാക്കാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. പിന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്താന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച്, കമ്മിറ്റിയുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് ഏത് വിഷയത്തിലും നൗഷാദ്, അതാണ് നിങ്ങൾ ആക്ഷൻ കൗൺസിലുള്ളവരുടെ പൊതുവായ തീരുമാനം എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ തന്നെ
എന്തിനു വേണ്ടിയായിരുന്നു? അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. കുടുംബം ഇപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ഉണ്ടാകുന്നു, അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചർച്ചകൾ അവർക്ക് താല്പര്യമില്ല എന്നത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രധാന ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തിനാണ് ആക്ഷൻ കൗൺസിൽ എന്നൊരു ചോദ്യമുണ്ടല്ലോ. മാത്രവുമല്ല, നിങ്ങളുടെ കൂടി ഭാഗമായിരുന്നു ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള ജിതിൻ ഉൾപ്പെടെയുള്ളവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ നിങ്ങളോട് സഹകരിക്കാതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അതിന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിന് നിലനിൽപ്പുണ്ടോ ഈ വിധത്തിൽ? അല്ല, അതന്നെ അതെ ഞാൻ പറഞ്ഞു. അത് എനിക്ക് ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് തുടങ്ങിയതും കൂട്ടായിട്ടാണ്. വിവിധ ട്രേഡ് യൂണിയൻ, തൊഴിലാളി, മുതലാളി സംഘടനകൾ എല്ലാവരും കൂടിയിട്ടാണ് ഇത് ആരംഭിച്ചത്. അത് അവസാനിപ്പിക്കുകയും ആ തീരുമാനത്തിൽ കൂടിയേ ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ, അല്ല ആ കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കാൻ വീണ്ടും ഒരു പരിപാടിയിലേക്ക് പോകണമെന്ന് ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, തുടരണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പൊ അതനുസരിച്ചുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്യുക എന്നാ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാക്കി ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമേ ഇല്ല. ഇപ്പോൾ മനാഫ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു അർജുൻ എന്ന തന്റെ ലോറിക്ക് പേരിടുമെന്ന് പറഞ്ഞു. അത് ആ സമയത്തെ ഒരു വൈകാരിക പ്രതികരണമായിരുന്നു. കുടുംബത്തിന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ അങ്ങനെ ഇടുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബ് ചാനലിന്റെ മുഖമായിരുന്നു അർജുൻ. അത് മാറ്റി അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ അർജുന്റെ മുഖം അല്ലെങ്കിൽ അത് ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നതിനെ കുടുംബം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ മാറ്റം മനാഫിന് പോലും വരുത്തേണ്ടി വന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി മറ്റൊരു രൂപത്തിൽ ലോറി ഉടമകൾക്ക് വേണ്ടി തുടരും എന്ന ഒരു കാര്യം സൂചിപ്പിക്കുമ്പോൾ അതിൽ അർജുന്റെ പേരോ അല്ലെങ്കിൽ അർജുൻ എന്ന വ്യക്തിയെയോ യാതൊരു തരത്തിലും ഉപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരിക്കലും ആ കുടുംബത്തിനെ വേദനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. പക്ഷെ അർജുൻ എന്നൊരു പ്രതീകം എന്ന് പറഞ്ഞതുപോലെ അർജുൻ അനുഭവിച്ച അർജുന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ കാരണങ്ങളെ കുറിച്ച്, അതുപോലെ അതേ സമയത്ത് തന്നെയാണ് കർണാടക തമിഴ്നാട് ബോർഡറിൽ ഒരു ലോറി ഡ്രൈവർ കുത്തേറ്റ് മരിച്ചത്, അക്രമികളാൽ കുത്തേറ്റ് മരിച്ചത്. അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഇനി അങ്ങോട്ട് നമ്മുടെ ലോറിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ആത്മാവാണ് അവര്. കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അങ്ങേ തല തൊട്ട് ഇങ്ങേ തല വരെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു തരുന്ന ഈ തൊഴിലാളികൾ ഇത്തരത്തിൽ പീഡനവും ഇത്തരത്തിൽ ബുദ്ധിമുട്ടും അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ഉള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ആ വിധത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾ അവരെ പരിഗണിക്കാതെ കടുത്ത മനുഷ്യാവകാശ ലംഘനം ലോറി തൊഴിലാളികൾക്ക് നേരിടുമ്പോൾ അതിൽ ഇടപെടുന്നതിൽ എന്താ തെറ്റ്? അത് അർജുനെ സംബന്ധിച്ച് അല്ല അർജുന്റെ കുടുംബത്തെ സംബന്ധിച്ച് അവരെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലേക്കും ഒരു പ്രവർത്തനത്തിനും കമ്മിറ്റി ഉണ്ടാകുന്നില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെറിയ ആക്ഷേപങ്ങളൊക്കെ വന്നല്ലോ, അതൊക്കെ എനിക്ക് പറയണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്കൊന്നും പറയാൻ സാധിക്കില്ല. അത് കമ്മിറ്റിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. ശരി, ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ അധിക്ഷേപം നടക്കുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അർജുന്റെ കുടുംബത്തിന് ഇന്ന് കമ്മീഷണർക്ക് പരാതി കൊടുക്കേണ്ടി വന്നത്. അതിനുള്ള വലിയൊരു സാഹചര്യം ഒരുങ്ങുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ ഈ സന്ദർഭത്തെ ദുരുപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളും പല കോണിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മനാഫ് ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനം തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം അർജുന്റെ കുടുംബത്തിന് മോശമായി അവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർക്ക് തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയുന്നു, ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചൂണ്ടിക്കാട്ടിയ ബുദ്ധിമുട്ടുകളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് പിൻവാങ്ങുന്നു എന്ന ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആരും ഇനി ആ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കരുത്, ഈ രീതിയിൽ അധിക്ഷേപിക്കരുത് എന്ന് പറയുന്നു. തൻ്റെ കുടുംബം തന്നെയാണ് ഇപ്പോഴും അത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കൂടി വ്യക്തത വരുത്തുകയാണ്. ഏറ്റവും മാതൃകാപരമായ നിലപാടാണോ ഈ വിഷയത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിൽ മനാഫ് സ്വീകരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ആളി കത്തിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം തന്നെ വന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു, അത് ഇനിയും അദ്ദേഹം തന്നെ പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞു, മാപ്പ് പറഞ്ഞു. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ആ കുടുംബത്തെ തീർച്ചയായിട്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ശരി തെറ്റ് വശങ്ങൾ അത് മറ്റൊരു സൈഡാണ്. പക്ഷെ എന്നിരുന്നാലും ആ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അനുസൃതമായിട്ട് അല്ല ആ ശരി തെറ്റുകൾ ഒരു പക്ഷേ
നമ്മളിപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിനെക്കാട്ടിൽ ഉപരി അത് എത്രയും പെട്ടെന്ന് ഒന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് വളരെയധികം സ്വാഗതാർഹമാണ്. അത് തന്നെയല്ല, അത് ഏറ്റവും അങ്ങേയറ്റം മാന്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് കൂടെയാണ്. ഇതേ മാന്യത സമൂഹം കൂടെ കാണിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എന്തിനും ഏതിനും വർഗീയത കൊണ്ടുവരിക എന്നുള്ളത്. എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ നോക്കുകയിരിക്കുകയാണ് അതിനെ വർഗീയവൽക്കരിച്ച്, ജാതീയവൽക്കരിച്ച്, അതിനെ ഏറ്റവും അധമമായിട്ടുള്ള ഒരു രീതിയിൽ ചിത്രീകരിച്ച് സാമൂഹ്യ കെട്ടുറപ്പിനെ നശിപ്പിച്ച് ധ്രുവീകരണം വരുത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അത് നമ്മൾ കണ്ണടച്ച് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ. അതുകൊണ്ട് മനസാക്ഷിയുള്ള സമൂഹം ഇത് മനസ്സിലാക്കണം. വൈകാരികമായിട്ടുള്ള നമ്മുടെ ഓരോ പ്രകടനങ്ങളും ഒരുപക്ഷെ ആ ഒരു സിറ്റുവേഷൻ സ്പെസിഫിക് ആയിരിക്കാം. നമുക്ക് എല്ലാവർക്കും തന്നെ റിയാക്ട് ചെയ്യാനോ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത്തരം സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം റിയാക്ഷൻ ഒക്കെയും പബ്ലിക് പ്ലാറ്റ്ഫോമിലാകുമ്പോൾ ഇതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരു കൂട്ടം ഒളിഞ്ഞിരിപ്പുണ്ട്, പതുങ്ങിയിരിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകവും കൂടി നമ്മുടെ സമൂഹം കാണിക്കണം. കാരണം അങ്ങേയറ്റം വർഗീയവൽക്കരിക്കാനും ജാതീയവൽക്കരിക്കാനും ശ്രമിച്ച് ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു ശക്തി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിനകത്ത് സംശയമില്ല. അത് കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അത് തെളിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം ആളുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇത്തരം ആളുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് നമ്മുടെ നാടിന്റെ നന്മയെ തന്നെ ബാധിക്കുന്നതാണ്, നമ്മുടെ നാടിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ചെറിയൊരു പ്രശ്നമായിട്ട് തുടങ്ങി അത് വലിയൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ആളിക്കത്തലിലേക്ക് അത് അവസാനിക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിന് ആവശ്യമാണ്. അതിനനുസരിച്ച് സംയമനം പാലിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് വൈകാരികമായിട്ടുള്ള റിയാക്ഷൻ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ, നമ്മുടെ സ്വന്തം കാര്യമാണെങ്കിൽ പോലും നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രതികരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം സോഷ്യൽ മീഡിയ എങ്ങനെ സേഫായിട്ട് ഉപയോഗിക്കണം, എങ്ങനെ ആരോഗ്യപരമായിട്ട് ഉപയോഗിക്കണം എന്നുകൂടി ഉപയോഗിക്കുന്നവർ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം അറിവില്ലായ്മ കൂടിയാണ് ഇത് കാണിക്കുന്നത്. നമുക്കൊക്കെയും വിദ്യാഭ്യാസമുള്ളവർ തന്നെയാണ് ഇതൊക്കെയും ഉപയോഗിക്കുന്നത്, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന്റെ എന്തും ഏതും വിളിച്ചു പറയാൻ ഉള്ള ഒരു വേദിയല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ എന്തിനും ഏതിനും ലൈസൻസ് ഉള്ള ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അവിടെ മോറൽ വാല്യൂസിന് സ്ഥാനമില്ല എന്നുള്ള ധാരണ മാറ്റിയിട്ട് എല്ലായിടത്തും പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പാലിക്കപ്പെടേണ്ട ഡിസിപ്ലിനും അവിടെ കാത്തു സംരക്ഷിക്കേണ്ട മോറൽ വാല്യൂസും അവിടെ സൂക്ഷിക്കേണ്ട പ്രിൻസിപ്പിൾസും ഒക്കെയും തന്നെ ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ആവശ്യമാണ്, പക്വത ആവശ്യമാണ്. നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ഏത് റിയാക്ഷനും അത് ഏതൊരു തലം വരെയും പോകാം, അത് അനാവശ്യമായിട്ടുള്ള ആളിക്കത്തലുകൾ ഉണ്ടാക്കാം, പ്രകോപനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു തിരിച്ചറിവോടെ അത് സേഫായിട്ടും സംയമനമായിട്ടും ഉപയോഗിക്കാനായിട്ടുള്ള മാന്യതയും സമൂഹം എന്നുള്ള നിലയിൽ കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുകയും മുറിവേറ്റവർ വീണ്ടും മുറിവേൽക്കുന്നതിനിടയാകുകയും ചെയ്യും. ഇപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് അവര് ഇത്രയേറെ വേദന സഹിച്ചു, അതിനോടൊപ്പം തന്നെ കുറെ അപമാനവും കുറെ സൈബർ ബുള്ളിങ്ങും കുറെ മോശം പരാമർശങ്ങളും ഇതൊക്കെയും എത്രമാത്രം അവരുടെ ദുഃഖത്തിന്റെ വ്യാധിയെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആധിക്യത്തെ കൂട്ടി എന്നുള്ളത് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ മനാഫിന്റെ കാര്യത്തിലാണെന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തപ്പോഴും അദ്ദേഹവും കുറെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനൊക്കെ ഇരയായതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടർക്കും അത് നല്ല ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും നെഗറ്റീവ് ആസ്പെക്ട്സ് ഒരുപാട് നേടിക്കൊടുത്ത ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ട് ഇത് ആളിക്കത്തൽ എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു സമീപനം മാറ്റിയിട്ട് സംയമനമായിട്ടും പക്വതയോടെയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ആ പക്വത കൈവരിക്കേണ്ടതും അനിവാര്യമാണ്. തീർച്ചയായും ഇവിടെ മനാഫ് തന്നെ ഈ അർജുന്റെ വാഹനം കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് എന്നോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, അർജുനെ മനാഫ് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, പിന്നെ തെരച്ചിൽ എങ്ങനെ കിട്ടാനാണ് എന്ന് പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ചോദിച്ചവരുണ്ട്. അതൊക്കെ കണ്ട് തകർന്നു പോയിട്ടുണ്ട് എന്ന കാര്യം മനാഫ് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹവും ഒരു ഘട്ടത്തിൽ ഇതിലൂടെയൊക്കെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം എല്ലാവരുടെയും ഒരു ഹീറോ ആയി മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ചില ട്വിസ്റ്റ് അതിലുണ്ടാവുകയും പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അത് ഇപ്പോഴും മനാഫിനെതിരെയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ കുടുംബം ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നത്. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ
ഒരു വ്യക്തിയുടെ സ്വകാര്യത അതിനെ മാനിക്കുക എന്ന വിഷയത്തിൽ ഇപ്പോഴും ആളുകൾക്ക് കഴിയുന്നില്ല എന്നതുണ്ടോ? ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അവസരമാണെങ്കിൽ പിന്നെയും സഹിക്കാം. പക്ഷേ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥയിൽ കൂടിയാണ് അർജുൻ്റെ കുടുംബം കടന്നു പോകുന്നത്. അവിടെ അവർക്ക് വന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യം പറയേണ്ടി വരുന്നു, നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളെ സമീപിക്കേണ്ടി വരുന്നു, അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നേരിടുന്ന ഈ അതിക്രമം സംബന്ധിച്ചുള്ള പരാതി കൊടുക്കേണ്ടി വരുന്നു. അതിനുള്ള സാമൂഹികമായിട്ടുള്ള വളർച്ച നമുക്കില്ലാതെ പോയിട്ടുണ്ടോ? ഒരു ദുരന്തമുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഞങ്ങൾ നിശ്ചയിക്കുന്ന പോലെ അതേ മാർഗത്തിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെട്ടപ്പോൾ അതിനൊപ്പം നിന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നൊക്കെ ഒരു മുൻധാരണയോടുകൂടി ആളുകൾ ഇടപെടുന്നുണ്ടോ? അവർക്ക് അവരുടെ സ്വകാര്യത അല്ലെങ്കിൽ അവർക്കുണ്ടായ നഷ്ടം അത് മറികടക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കിത് പറയാനുള്ള അവകാശമുണ്ട്. ആ കുടുംബത്തിൻ്റെ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരുടെ തീരുമാനവും അവർ വില നൽകുന്നത് എന്താണോ അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് സമൂഹത്തിന് കഴിയാതെ പോകുന്നത്? അത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹം ഒന്ന് കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് കുറച്ച് പ്രീഫോംഡ് ധാരണകളുണ്ട്, ഐഡിയാസ് ഉണ്ട്. അവർ വരച്ച ആ രീതിയിൽ തന്നെ, അവർ എഴുതി വെച്ച രീതിയിൽ തന്നെ മറ്റുള്ളവർ പോകണം എന്നുള്ള ഒരു ധാർഷ്ട്യവുമുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ്, പ്രത്യേകിച്ച് ഒരു ഗ്രീഫ് അനുഭവിക്കുന്ന ഒരു കുടുംബം, അവരുടെ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ട ഒരു കുടുംബം ആവുമ്പോൾ അവർ ഏത് രീതിയിലും ഒരു പക്ഷെ പ്രതികരിച്ചേക്കാം. അതൊക്കെ സ്വാഭാവികമാണ്. ഇതിനകത്തൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷെ അവർ ദേഷ്യപ്പെട്ടേക്കാം, അരിശപ്പെട്ടേക്കാം, സങ്കടപ്പെട്ടേക്കാം, അല്ലെ പ്രതികരിക്കാതിരുന്നേക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിൽ എന്തെങ്കിലുമൊക്കെ പിശക് വന്നേക്കാം. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ്. അവരുടെ ഒരു സാഹചര്യത്തിൽ നമ്മളത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്തരം ആ ഒരു പ്രതികരണം അഥവാ ഏതെങ്കിലും തരത്തിലൊന്ന് പിഴച്ചു പോയാലോ മോശമായി പോയാലോ അതിനെയൊക്കെ അക്ഷരം പ്രതി അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന, ഓരോന്നും എടുത്തിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് തന്നെയല്ല, എന്തിനേറെ പറയണ്ടു, ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മളുടെ സോഷ്യൽ മീഡിയ ഒന്ന് പരതുകയാണെന്ന് നമുക്കറിയാം. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്യണം, എന്ത് പോസ്റ്റ് ചെയ്യരുത്, എന്ത് കമന്റ് ഇടണം, എന്ത് കമന്റ് ഇടരുത്, ഇതൊന്നും ഒരു ബേസിക് ഒരു അറിവ് പോലും നമ്മുടെ സമൂഹത്തിന് ഇല്ല എന്നുള്ളത് ഏറ്റവും അധികം ഖേദകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. പേഴ്സണൽ കാര്യങ്ങൾ ഏതറ്റം വരെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതിനൊരു അതിർവരം എവിടെയാണ് ഇടേണ്ടത്, എവിടെയാണ് ഒരു ലൈൻ വരയ്ക്കേണ്ടത്, ഇതൊന്നും തന്നെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ബോധ്യമില്ല. അതിനോടൊപ്പം തന്നെ ഇത് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കമന്റ്സ് ഏതൊക്കെ രീതിയിൽ ഇടാം, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഏത് ലെവൽ വരെ പോകാം, ഏത് ലിമിറ്റ് ക്രോസ് ചെയ്താൽ അത് അപകടമാണ്, അത് ഒരു ബുള്ളിങ് എന്നുള്ള തരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെയോ അവരുടെ ക്രിയേറ്റിവിറ്റിയെയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെയോ ഒക്കെ ഹനിക്കത്തക്ക രീതിയിൽ ഏത് രീതിയിൽ നമ്മുടെ പ്രതികരണം പോകും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിനില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ആ കാര്യം എനിക്ക് പറയാൻ സമയമുണ്ടോ? പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. അതുകൊണ്ട് അത്തരം ഒരു ഇന്റർനെറ്റ് എങ്ങനെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം, ഏത് രീതിയിലൊക്കെയാണ് അവിടെ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്, അവിടെ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് പാലിക്കേണ്ടത്, ഇതൊക്കെയും തന്നെ ഒരു മനുഷ്യൻ സ്വയം ബോധവൽക്കരണം നടത്തേണ്ടതാണ്, ബോധവാനാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു മനസാക്ഷി എന്നുള്ള നിലയിൽ മറ്റുള്ളവരെ അധികം വേദനിപ്പിക്കാതെ, നമ്മളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഒരു ചെറിയ കമന്റ് ആണെങ്കിൽ പോലും മറ്റുള്ളവരെ നോവിക്കാതെ ഇരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തിയെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. ശരി, ശ്രീ നൌഷാദ് വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ്, മാത്രവുമല്ല മനാഫിന്റെ നല്ല മനസ്സ് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. ഈ പ്രശ്നങ്ങൾ ഇനി മുന്നോട്ട് പോകാത്ത വിധത്തിൽ ഇത് അവസാനിപ്പിക്കാനുള്ള ശരിയായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു മാതൃക തന്നെ മനാഫ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുൾക്കൊണ്ട് അതിനെ പിൻപറ്റിയുള്ളൊരു തീരുമാനം തന്നെയാകും നിങ്ങളും സ്വീകരിക്കുക എന്നാണോ കരുതേണ്ടത്? അർജുന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്ത എല്ലാ വിധത്തിലുള്ള പ്രവർത്തികളും മാനിക്കുമ്പോൾ തന്നെ. തീർച്ചയായിട്ടും ഞാൻ ഡോക്ടർ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ആ കുടുംബത്തിന്റെ വിഷമം, അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കാനുള്ള കഴിവ് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആളുകൾക്ക്, അത് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, കമന്റ് ഇടുന്ന ആളുകൾക്ക് തോന്നണം എന്നാണ് എനിക്കും പറയാനുള്ളത്. അവർക്ക് പല വൈകാരികമായ പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ മാനസികമായിട്ട് പല വിഷമങ്ങളും ഉണ്ടായേക്കാം. ആ സമയത്ത് അവരെങ്ങനെയൊക്കെ പ്രതികരിക്കുക എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതിന് വിപരീതമായിട്ട് ഒന്നും ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അവസാനിക്കണം.
കാരണം ഇത് കേരളത്തിൽ നമ്മൾ ഈ ശിരൂർ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അർജുനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കേരളത്തിന്റെ പൊതുസമൂഹവും മലയാളികൾ ലോകത്തുള്ള മലയാളികൾ ആകമാനം ഏറ്റെടുത്ത് മാധ്യമങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഭരണാധികാരികൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പിന്നെ നമുക്കൊരു നീതി വാങ്ങിത്തരുന്നത് പോലെ നടത്തിയൊരു സംവിധാനമാണ്. അപ്പൊ അതൊന്നും തകർക്കുന്ന രീതിയിൽ നമ്മുടെ സാഹോദര്യത്തിന്റെ, നമ്മുടെ മതേതരത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ, കരുണയുടെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ അർജുനെയും ഈ മനാഫിനെയും ആ പ്രവർത്തനം ഒക്കെ കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെ ആ കുടുംബത്തിനെ നമ്മൾ ചേർത്ത് പിടിക്കുക വേണ്ടത്. ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയെന്ന് വിചാരിക്കുക, ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഏതെങ്കിലും രീതിയിൽ വീഴ്ച പറ്റിയാൽ അവരെ കൂടെ ചേർത്ത് നിർത്തുക. അവർ പറയുന്നത് എന്തായാലും അത് ക്ഷമയോടെ നമ്മൾ അനുസരിച്ച് അവരെ കൂടെ നിൽക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുള്ളത്. പിന്നെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണലായിട്ട് എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ മനാഫ് ഏറ്റവും ഇതിൽ കല്ലേറെന്ന് ആർക്കെങ്കിലും അതിനെ പറയാൻ പറ്റുമെങ്കിൽ, ഞാനത് അങ്ങനെ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആരോപണം ഉന്നയിച്ചത് മനാഫിന് നേരെയായിരുന്നു. അവിടെ മനാഫ് സ്വീകരിച്ചൊരു മാതൃകയുണ്ട്. അത് ഈ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ കൂടി കാണേണ്ടത് തന്നെയാണ്. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇത്. മനാഫ് തന്നെ പിൻവലിഞ്ഞിരിക്കുന്നു. ആ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് മനാഫ് പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ആ കുടുംബത്തിനൊപ്പമാണ് ഉണ്ടാകേണ്ടത്. അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. വളരെ നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്, ഒപ്പം നൌഷാദ് തെക്കയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന്. ഒരിടവേള. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, നിലവിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി, അതുതന്നെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. അഭിമുഖത്തിന് PR ഏജൻസിയെ ഏർപ്പെടുത്തി എന്നത് സംബന്ധിച്ച വിവാദത്തിൽ പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. താനോ സർക്കാരോ PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ വിശദീകരണം. PR ഏജൻസി പ്രതിനിധി അഭിമുഖ സമയത്തുണ്ടായിരുന്നുവെന്നും പത്രപ്രതിനിധി എന്നാണ് കരുതിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ താൻ പറയാത്ത കാര്യം അഭിമുഖത്തിൽ വന്നെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതിൽ നടപടി ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കിയില്ല. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. PR ഏജൻസി വിവാദത്തിൽ തികച്ചും ദുർബലമായ വാദമുഖങ്ങളായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത്. അത്തരമൊരു ഇന്റർവ്യൂ താൻ പറയാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ തനിക്ക് ഒരു PR ഏജൻസിയോ താനോ സർക്കാരോ പണം കൊടുത്ത് ഒരു PR ഏജൻസിയും വച്ചിട്ടില്ല എന്ന വാദമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. ഞങ്ങളൊരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം ഒരു തരത്തിലും എന്തിനാണ് ഈ ഒരു ഏജൻസി ഇങ്ങനെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതെങ്കിൽ അവർക്ക് നിയമനടപടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. TK ദേവകുമാർ എന്ന CPMന്റെ മുൻ MLAയുടെ മകൻ, തന്റെ പരിചയക്കാരനാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അഭിമുഖ സമയത്ത് ഈ രേഖയ്ക്കും ഈ ദേവകുമാറിന്റെ മകനുമൊപ്പം ഒരാൾ കൂടി അഭിമുഖ സമയത്ത് വന്നു. അത് ഹിന്ദുവിന്റെ പ്രതിനിധിയായിരുന്നു എന്നാണ് താൻ വിചാരിച്ചത്. അതിനപ്പുറത്തേക്ക് അയാൾ ആരാണെന്ന് അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്.
എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദമുഖങ്ങളിൽ വലിയ സംശയമാണ് ഉയരുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖമാകട്ടെ, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കാകട്ടെ അനുമതിയില്ലാതെ ആർക്കും കടന്നു വരാൻ കഴിയില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൗസിൽ ഇത്തരം ഒരു അഭിമുഖം നൽകുമ്പോൾ ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ എങ്ങനെ കടന്നു വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയ ഡാമേജ് ഉണ്ടാക്കി അദ്ദേഹം സമ്മതിക്കുന്നു. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടിക്ക് സർക്കാരോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നതും വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. പി വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പൊതുവെ